ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇന്നിവിടെ നല്ല ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടി 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള ചെറുത് കട്ട് ചെയ്തത്, 3 പച്ചമുളക്, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് ജീരകം, വലിയ ജീരകം ഓപ്ഷനിലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയല്ല, വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി അത് വാടി വരുമ്പോൾ അതിലേക്ക്, ഇപ്പോൾ അത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വാടി വരുമ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാൽ നമുക്കത് പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഉപ്പിട്ടാൽ ഇതെല്ലാം ഒന്ന് നന്നായി വാടി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി മസാലപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി കളറ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് പുളി ചേർക്കുന്നുണ്ട്. കുടംപുളിയുടെ ലിക്വിഡാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ കുടംപുളി എടുക്കുകയാണെങ്കിൽ നിങ്ങളത് ചൂടുവെള്ളത്തിൽ ഒരു 1/4 കുടംപുളി, തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, എടുത്ത് നേരത്തെ 2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ലിക്വിഡ് ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എടുത്തൊഴിച്ചതാണ്. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കാം. ഓരോരോ മീനിനും ഓരോരോ വേവായിരിക്കും. പിന്നെ ഇപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. 8 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു 6 മിനിറ്റും ഒക്കെ ആയാലും മതി. പിന്നെ ഞാൻ മേലെ ഓപ്ഷനിലാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഒരുപാട് ഇളക്കരുത്, മീൻ പൊട്ടിപ്പോവും. നിങ്ങൾക്ക് വെള്ളം കുറവായി വേണമെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.